ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കഥാസമ്രാട്ട് പ്രേംചന്ദിൻ്റെ സദ്ഗതി എന്ന സ്റ്റോറിയാണ് ഇന്ന് മലയാളത്തിൽ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് തരാൻ പോകുന്നത്. വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു കഥയാണ്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. दुखी चमार द्वार पर झाड़ू लगा रहा था और उसकी पत्नी झुरिया घर को गोबर से लीप रही थी. दोनों अपने अपने काम से फुर्सत पा चुके तो चमारिन ने कहा, तो जाके पंडित बाबा से कहा आओ ना, ऐसा ना हो कहीं चले जाएं. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് തന്നെ ഒരു ചമാർ കുടുംബം. ചമാർ ഒരു ജാതിയാണ്, ഒരു താഴ്ന്ന ജാതിയാണ്. അപ്പോൾ ദുഃഖി ചമാറും വൈഫും, ദുഃഖി ചമാറും ഭാര്യ ഝുരിയായും വീടെല്ലാം വൃത്തിയാക്കുകയാണ്. അവരുടെ ഒരു ഒക്കേഷനാണ്. അവിടെ പണ്ഡിത്തിനെ വിളിക്കുകയാണ്, ബ്രാഹ്മണനെ വിളിക്കുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ അവർക്കുണ്ട്. പേര് തന്നെ നോക്കിയേ, ചമാറിൻ്റെ പേര് ദുഃഖി ചമാർ എന്നാണ്. ആ പേരിൽ തന്നെ ഒരു ഇൻഫീരിയോറിറ്റി നിറഞ്ഞിരിക്കുകയാണ്. दोनों अपने अपने काम से फुर्सत पा चुके तो चमारिन ने कहा. ഫുർസത്ത് പാനാന്ന് വെച്ചാൽ അവരുടെ ജോലി ചെയ്ത് കഴിഞ്ഞ് അവർ ഒന്ന് റിലാക്സ് ചെയ്തപ്പം, അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അവരൊന്ന് റിലാക്സ് ആയപ്പം ചമാറിൻ പറയാണ്, പണ്ഡിറ്റ് ബാബാസെ കഹാओ ना, ऐसा ना हो कहीं चले जाएं. നോക്കൂ, രാവിലെ തന്നെ പണ്ഡിറ്റ് ബാബയോട് ചെന്ന് കാര്യം പറ, അല്ലെങ്കിൽ അദ്ദേഹം എവിടത്തേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ആ കാര്യം നടക്കൂല. ഹാ ജാത്താ ഹൂँ, ലേക്കിൻ യഹ തോ സോച്ച് ബൈഠേംഗെ കിസ് ചീസ് പർ. അപ്പം നോക്കൂ, ഇവരുടെ ടെൻഷൻ എന്താണ്? ബാബായെ വിളിച്ചുകൊണ്ട് വരാം, പണ്ഡിത്തിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാം, പക്ഷേ അദ്ദേഹത്തിനെ എവിടെ ഇരുത്തും? കാരണം നമ്മുടെ ഹിന്ദു കാസ്റ്റ് സിസ്റ്റത്തിലുള്ള അൺടച്ചബിലിറ്റി കാരണം ഉയർന്ന ജാതിയിലുള്ള ബ്രാഹ്മണൻ ഇവരുടെ വീട്ടിലെ കസേരയിൽ ഇരിക്കത്തില്ല. കहीं से खटिया न मिल जाएगी, ठकुराने से मांग लाना. നോക്കിയേ, എവിടുന്നെങ്കിലും ഒരു ഖട്ടിയ എന്ന് വെച്ചാൽ അവർ ഈ ചെറിയ കട്ടിൽ പോലത്തെ ഈ കയർ കൊണ്ട് വരിഞ്ഞതുണ്ട് അവരിങ്ങനെ മുറ്റത്തിടുന്നത്. അപ്പോൾ അത് എവിടെന്നെങ്കിലും കിട്ടില്ലേ? ജുരിയ ചോദിക്കുകയാണ്. ഠക്കുറാനെ സേ മാങ്ലാന. നോക്കൂ, ഠക്കുറാനയുടെ വീട്ടിൽ നിന്ന്, ഉയർന്ന ജാതിയുടെ അവരുടെ, കാരണം ഉയർന്ന ജാതിയിലെ വീട്ടുകാരുടെ കട്ടിലേ ഇവർ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അവിടുന്ന് നമുക്കൊരെണ്ണം മേടിച്ചുകൂടെ? तू तो कभी कभी ऐसी बात कह देती है कि देह जल जाती है, ठकुराने वाले मुझे खटिया देंगे. അപ്പം ദുഃഖിക്ക് ഭാര്യയുടെ ഈ ബുദ്ധിശൂന്യമായ ഈ ഒരു ഡയലോഗ് കേട്ട് ദേഷ്യവും അരിശവും വരും. നീ എന്താണ് ഈ പറയുന്നത്? അവരെനിക്ക് അവരുടെ വീട്ടിലെ കട്ടിൽ, അവരുടെ വീട്ടിലെ ഇരിപ്പിടം, അവരെനിക്ക് അവരുടെ വീട്ടിലെ ഖട്ടിയ ഇരിക്കുന്ന ആ ഒരു സാധനം അത് അവർ തരുമോ? तू तो कभी कभी ऐसी बात कह देती है कि देह जल जाती है, ठकुराने वाले मुझे खटिया देंगे. आग तक तो घर से निकलती नहीं, खटिया देंगे. അല്പം തീ ചോദിച്ചാൽ പോലും, ഇപ്പം അഗ്നി, ജലം, വായു ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ്. അത് നമ്മൾ ഒരാൾക്ക് പകർന്നു കൊടുക്കുക, തീ പകർന്നു കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്കൊരു നഷ്ടവും വരാനില്ല. പക്ഷേ അതുപോലും അവർ ഉയർന്ന ജാതിക്കാർ നമുക്ക് തരില്ല. കേഥാനെ മേ ജാക്കർ ഏക് ലോട്ട പാനി മാങ്ങൂ തോ ന മിലേ. നമ്മൾ ജോലിയൊക്കെ ചെയ്ത് അവരുടെ അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ പുറവശത്തുനിന്ന് ചെന്ന് അടുക്കള ഭാഗത്ത് ചെന്നിട്ട് അല്പം ഒന്ന് വെള്ളം ചോദിച്ചു നോക്കിയേ, അതുപോലും കിട്ടത്തില്ല. ഭല ഖട്ടിയ കോൻ ദേഗാ, ഹമാരെ उपले सेंठे भूसा लकड़ी थोड़े ही हैं कि जो चाहे उठा ले जाएं. ला अपनी खटोली धोकर रख दे, गर्मी के तो दिन है, उनके आते आते सूख जाएगी. നോക്കൂ, നമ്മുടെ ഉപ്പലെന്ന് വെച്ചാൽ ഈ ചാണകം അവർ കേക്ക് പോലെ ആക്കി മതിലിങ്ങനെ പറ്റിച്ച് വെക്കും, കണ്ടിട്ടുണ്ട്? ഇതുപോലെ ഇത് ഉണക്കി വെക്കും, പിന്നീട് അത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ, കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. സേഠേ ഭൂസ ലക്കടി, ഈ പുല്ല്, ഉണക്കപ്പുല്ല്, പിന്നെ ഈ കമ്പുകൾ, ചുള്ളിക്കമ്പ്, ഇതൊന്നും നമ്മുടെ വകയല്ല, നമുക്ക് തോന്നുമ്പോൾ എടുത്തുകൊണ്ട് വരാൻ. നീ പറയുന്ന പോലെ അവരുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ വകയല്ല ഒരു ഇരിപ്പിടം ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ. അതുകൊണ്ടൊരു കാര്യം ചെയ്, അപ്നി ഖട്ടോലി ധോക്കർ റഖ് ദേ. നീ നിൻ്റെ ഖട്ടോലി ഇതാണ് ഈ ചെറിയ ഇരിക്കുന്ന, അത് അവർ കഴുകി വെക്കും. ഗർമി കെ തോ ദിൻ ഹെ, ഉൻകെ ആത്തെ ആത്തെ സൂഖ് ജായേഗി. അദ്ദേഹം വരുമ്പോഴത്തേക്കിന് ഈ നല്ല വെയിലുള്ള ദിവസമാണ്, അതുകൊണ്ട് ഉണങ്ങും. വഹ ഹമാരി ഖട്ടോലി പർ ബൈഠേംഗെ നഹീ, ദേഖ്തെ നഹീ കിത്തനെ നേം ധരം സെ രഹത്തെ ഹെ. അപ്പോൾ ജുരിയ പിന്നെയും പറയാണ്, അയ്യോ നമ്മുടെ ഖട്ടോളിയിലൊന്നും അവർ ഇരിക്കില്ല. കണ്ടില്ലേ, അവരെന്ത് നേം ധർമ്മ എന്ന് വെച്ചാൽ വളരെ വളരെ ധാർമ്മിക് വ്യക്തികളാണ്. അവർ മതാനുഷ്ഠാനങ്ങളൊക്കെ നടത്തി ജീവിക്കുന്ന ബ്രാഹ്മൺസാണ്. നമ്മുടെ ഖട്ടോളിയിലൊന്നും അവർ ഇരിക്കത്തില്ല. ദുഃഖിനെ ജറാ ചിന്തിത് ഹോക്കർ കഹാ, हाँ यह बात तो है
महुए के पत्ते तोड़कर एक पत्तल बना लूं तो ठीक हो जाए. पत्तल में बड़े बड़े आदमी खाते हैं. वह पवित्र है. ला तो डंडा പത്താ തോടലും. പിന്നീട് ഇവർ ഒരു കൺക്ലൂഷനിലെത്തും. എന്താണ്? മഹുവയ്ക്ക് പത്തെ തോടുക്കർ എക് പത്തൽ ബനാലു. ആ മരത്തിൻ്റെ ഒരു മഹുവ വൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ട് ഒരു വലിയൊരു ഒരു ആ മഹുവ വൃക്ഷത്തിൻ്റെ ഇലകൾ കൊണ്ട് ഇങ്ങനെ ഒരു പത്തൽ പോലെ ഉണ്ടാക്കും. എന്നുവെച്ചാൽ അത് ചേർത്ത് വെച്ച് ഇരിപ്പിടം ഉണ്ടാക്കും. പത്തൽ മേ ബഡേ ബഡേ ആദ്മി ഖാത്തേ ഹേ വഹ പവിത്തർ ഹേ. മഹുവ വൃക്ഷത്തിൻ്റെ ഇല കൊണ്ട് അദ്ദേഹത്തിന് ഇരിപ്പിടം ഉണ്ടാക്കിയാൽ അത് പവിത്രമാണ്, അതുകൊണ്ട് അത് ചെയ്യാം. പത്തൽ മേ ബനാ ലൂംഗി തും ജാओ ലേക്കിൻ ഹാ ഉൻഹെ സീധാ ഭി തോ ദേനാ ഹോഗാ അപ്നി താലി മേ റഖ് ദൂം. അടുത്ത അവരുടെ ഇഷ്യൂ അദ്ദേഹത്തിന് കാഴ്ചയും കൊടുക്കണം. അദ്ദേഹം ഇവിടെ വന്ന് ആ ഒരു മുഹൂർത്തം കണ്ടെത്തുന്ന ആ ഒരു ജോലി ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന് ചില സാധനങ്ങൾ അങ്ങോട്ട് ഇവർ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിനെ സീധ എന്ന് പറയും. മേ അപ്നി താലി മേ റഖ് ദൂം. അപ്പം ജുരി അടുത്ത ചോദ്യം, ഞാൻ എൻ്റെ താലി, എൻ്റെ കയ്യിലുള്ള പ്ലേറ്റിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സാധനങ്ങൾ വെക്കട്ടെ. നഹീ ഏസാ ഗജബ് ന കർന നഹീ തോ സീധാ ഭി ജായേ ഓർ താലി ഭി ഫൂട്ടെ. അബദ്ധവശാൽ പോലും ഇങ്ങനെ ചെയ്ത് കളയല്, ദുഃഖി ഭാര്യയോട് പറയാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ബാബ താലി ഉഠാക്കർ പട്ടക് ദേങ്കി. കണ്ടപാടെ നമ്മുടെ പ്ലേറ്റിലാണിത് വെച്ചിരിക്കുന്നതെന്നറിഞ്ഞാൽ ആ പ്ലേറ്റോടെ അയാൾ തട്ടിക്കളയും. उनको बड़ी जल्दी किरोध चढ़ जाता है. കിറോദ് മേ പണ്ഡിത്തായിൻ തക്കോ ചോടത്തെ നഹി. അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. കിറോദ് അവരുടെ ആ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയുന്ന ക്രോധ് എന്നാണ് അർത്ഥം. കിറോദ് മേ പണ്ഡിത്തായിൻ തക്കോ ചോടത്തെ നഹി. ദേഷ്യം വന്ന ഭാര്യയായിട്ടടിക്കും. ലड़के को ऐसा पीटा कि आज तक टूटा हाथ लिए फिरता है. അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെ ദേഷ്യം വന്ന് ഒരിക്കൽ അദ്ദേഹം അടിച്ചതാണ്. ഇപ്പോഴും അവൻ ഒടിഞ്ഞ കൈകൊണ്ടാണ് നടക്കുന്നത്. പത്തൽ മേ സീധാ ഭി ദേന हाँ मुदा तू छूना मत. झूरी गोंड की लड़की को लेकर साहू की दुकान से सब चीज़ें ले आना. सीधा भरपूर हो. सेर भर आटा, आधा सेर चावल, पाव भर दाल, आध पाव घी, नॉन, हल्दी और पत्तल में एक किनारे 4 आने पैसे रख देना. गोंड की लड़की न मिले तो बुर्जिन के हाथ पैर जोड़कर ले जाना. तू कुछ छूना मत नहीं ഗസബ് ഹോ ജായേഗ. അപ്പോൾ ഈ പകരമായിട്ട് കാഴ്ചയായിട്ട് ഈ ബ്രാഹ്മണന് പണ്ഡിറ്റ് ഘാസിറാമിന് കൊടുക്കാൻ വേണ്ടി ഇവർ ഈ പാവപ്പെട്ടവർ ഈ എന്തൊക്കെയാണ് ഒപ്പിക്കേണ്ടത്? ആധാ സേർ ചാവൽ, അരി വേണം, ദാൽ വേണം, ആട്ട വേണം, നെയ്യ് വേണം. ഇതൊന്നും കഴിക്കാനുള്ള യോഗം ഇവർക്കില്ല. പക്ഷേ ഈ ഒരു മുഹൂർത്തം കണ്ടെത്തുന്നതിന് പകരമായിട്ട് ഈ വക സാധനങ്ങളെല്ലാം പ്ലേറ്റിൽ നിരത്തിയാണ് അവർക്ക് കൊടുക്കേണ്ടത്. 4 അണ പൈസയും കാഴ്ചയ്ക്ക് വെക്കണം. അതിന് ഒപ്പം തന്നെ ഗോണ്ട് കി ലഡ്കി ന മിലെ തോ ബുർജുൻ കെ ഹാത്ത് പേർ ജോഡ്കർ ലേ ജാന. ഇവരെക്കാളും അല്പം ഉയർന്ന ജാതിയിലുള്ളവരാണ് ഗോണ്ടും ബുർജിനും. അപ്പോൾ അവരുടെ വീട്ടിലെ മകളെ കൊണ്ടുപോയി ഇതൊക്കെ വാങ്ങിക്കണം, നീ ഒന്നും തൊടാൻ പാടില്ല. തൂ കുച്ച് മത് ഛൂന നഹി ഗസബ് ഹോ ജായേഗ. എന്തെങ്കിലും നീ കൈകൊണ്ട് തൊട്ടാൽ ആകെ പ്രശ്നമാവും. इन बातों की ताकीद करके दुखी ने लकड़ी उठाई और घास का एक बड़ा सा गट्ठा लेकर पंडित जी से अर्ज करने चला. खाली हाथ बाबा जी की सेवा में कैसे जाता? नजराने के लिए उसके पास घास के सिवा और क्या था? उसे खाली हाथ देख कर तो बाबा दूर ही से दुत्कारते. ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ദുഃഖി പണ്ഡിത്തിനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴും അയാൾ ഒരു കെട്ട് പുല്ലുമായിട്ടാണ് പോകുന്നത് പണ്ഡിത്തിൻ്റെ വീട്ടിലെ പശുവിന് വേണ്ടി. കാരണം വെറും കൈയോടെ ചെന്നാൽ കാണുമ്പോഴേ അയാൾ ആട്ടി പായിക്കും. പണ്ഡിറ്റ് ഘാസിറാം ഈശ്വർ കെ പരം ഭക്ത് थे. നീന്ത് ഖുൽത്തെ ഹി ഈശോപാസന മേ ലഗ് ജാത്തെ. അപ്പം നോക്കൂ പ്രേംചന്ദ് എങ്ങനെയാണ് ആ പണ്ഡിറ്റ് ഘാസിറാമിനെ വർണ്ണിക്കുന്നത്. ഈശ്വർ കെ പരം ഭക്ത് थे. നീന്ത് ഖുൽത്തെ ഹി ഈശോപാസന മേ ലഗ് ജാത്തെ. ഉറക്കം എണ്ണീറ്റുടനെ ഈശ്വരനെ ആരാധിക്കാൻ തുടങ്ങും. मुँह हाथ धोते 8 बजते तब असली पूजा शुरू होती, जिसका पहला भाग भंग की तैयारी था. उसके बाद आध घंटे तक चंदन की गोल गोल मुद्रिकाएं बनाते.
फिर ठाकुर जी की मूर्ति निकाल कर उसे नहलाते, ചന്ദൻ लगाते, ഫൂൽ ചടാത്തെ, ആർത്തി കർത്തെ, ഘണ്ടി ബജാത്തെ. അപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ ജോലി എന്തൊക്കെയാണ്? രാവിലെ എണീക്കുമ്പം തൊട്ട് ആ വിഗ്രഹങ്ങളൊക്കെ കഴുകുക, അതിൽ ആ വിഗ്രഹങ്ങളൊക്കെ വൃത്തിയാക്കുക, അതിനെ പൂജിക്കുക, ചന്ദനം ഉരുട്ടി ഉരുട്ടി വെക്കുക, പിന്നെ പൂമാല ഇടുക, അങ്ങനെ ഘണ്ടി ബജാന, പൂജയ്ക്കുള്ള മണിയടിക്കുക, അങ്ങനെ ഈ പൂജാകർമ്മങ്ങളൊക്കെ അദ്ദേഹം ചെയ്യും. 10 बजते बजते वह पूजन से उठते और भंग छान कर बाहर आते. तब तक 2-4 जजमान द्वार पर आ जाते. ईशोपासना का तत्काल फल मिल जाता. यही उनकी खेती थी. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃഷി. 8 മണിക്ക് പൂജ തുടങ്ങി, എല്ലാം പൂജാകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വെളിയിൽ വരുമ്പോൾ ആരെങ്കിലും ഇഴകൾ ഏതെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് നിപ്പുണ്ടായിരിക്കും. അപ്പോൾ നോക്കി അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ വിളവ് അപ്പം തന്നെ അദ്ദേഹത്തിന് കിട്ടും. പ്രാർത്ഥിച്ച് വെളി വരുമ്പം തന്നെ ഏതെങ്കിലും പാവപ്പെട്ട ഇര മുമ്പിൽ തന്നെ കാണും. ആജ് വഹ പൂജൻ ഗ്രഹ സെ നിക്ലെ तो देखा दुखी चमार घास का एक गट्ठा लिए बैठा है. दुखी उन्हें देखते ही उठ खड़ा हुआ और उन्हें साष्टांग दंडवत करके हाथ बांध कर खड़ा हो गया. അപ്പോൾ ഇന്നത്തെ ഇര ആരാണ്? ഇന്നത്തെ ഇര ദുഃഖി ചമാറാണ്. പൂജ കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പം കണ്ടതെന്താണ്? ദുഃഖി ചമാർ ഒരു കെട്ട് പുല്ലുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദുഃഖി പണ്ഡിതനെ കണ്ട ഉടനെ ചാടി എണ്ണീറ്റ് നമസ്കരിച്ച്. യഹ തേജസ്വി മൂർത്തി ദേഖ് കർ ഉസ്കാ ഹൃദയ ശ്രദ്ധാ സെ പരിപൂർണ ഹോ ഗയ. അപ്പോൾ ബ്രാഹ്മണൻ്റെ ദർശനം തന്നെ, ആ പണ്ഡിറ്റ് ഘാസിറാമിനെ ദർശിക്കുന്നത് തന്നെ ദുഃഖിക്ക് വളരെ ഐശ്വര്യപൂർണമായൊരു സംഭവമാണ്. വഹ ഉസെ തേജസ്വി മൂർത്തി മാനത ഹെ. വളരെ തേജസ്വി ഒരു പുരുഷനായിട്ടാണ് ഈ ബ്രാഹ്മണനെ ദുഃഖി കാണുന്നത്. കിത്നി ദിവ്യ മൂർത്തി थी. छोटा सा गोल मटोल आदमी, चिकना सिर, फूले गाल, ബ്രഹ്മ തേജ് സെ പ്രദീപ് താഖേं. കണ്ണുകളെല്ലാം ബ്രഹ്മ തേജുള്ള കണ്ണുകൾ, ഒരു പ്രത്യേക വെളിച്ചമുള്ള കണ്ണുകൾ. ഛോട്ടാസ ഗോൾ മട്ടോൾ ആദ്മി, ചെറിയ ഉരുണ്ട ഒരു മനുഷ്യൻ. रोरी और चंदन देवताओं की प्रतिभा प्रदान कर रही थी. दुखी को देख कर श्रीमुख से बोले, आज कैसे चला रे दुखिया. അപ്പോൾ ഈ ബ്രാഹ്മണൻ ദുഃഖിനെ കണ്ടുടനെ ചോദിക്കും, ദുഃഖിയ എന്ത് പറ്റി ഇന്ന് ഇങ്ങോട്ട് വരാൻ? ദുഃഖിനെ സിർ झुकाकर कहा, बिटिया की सगाई कर रहा हूँ महाराज, कुछ साइत सगुन विचारना है, कब मर्जी होगी. അപ്പോൾ ദുഃഖി വന്ന കാര്യം പറയും. എൻ്റെ മകളുടെ വിവാഹത്തിനുള്ള ആ ഒരു മുഹൂർത്തം കണ്ടെത്തണം, പണ്ഡിത്തിനെ വിളിക്കാൻ വന്നതാണ്, എപ്പോഴാണ് പണ്ഡിത്തിന് വരാൻ ഒഴിവുള്ളത്? ആജ് മുझे छुट्टी नहीं, हाँ सांझ तक आ जाऊँगा. എടുത്ത പാടെ ഘാസിറാം പറയും, ഇന്നെനിക്ക് ഒഴിവില്ല, നല്ല തിരക്കാണ്, വൈകിട്ടാകുമ്പോഴത്തേക്കിന് ഞാൻ വരാം. नहीं महाराज, जल्दी मर्जी हो जाए, सब सामान ठीक कर आया हूँ, यह घास कहाँ रख दूँ. അപ്പോൾ അടുത്ത ദുഃഖി പറയാം, അയ്യോ മഹാരാജ്, എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തിട്ട് വന്നതാണ്. ഒരുക്കങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങേക്ക് തരാനുള്ള കാഴ്ച എല്ലാം റെഡിയാണ്, അതുകൊണ്ട് എത്രയും വേഗം വന്ന ഉപകാരമാവും. അതുപോലെ ഈ പുല്ല്, ഞാൻ കൊണ്ടുവന്ന പുല്ല് എവിടെ വെക്കാനാണ്? इसे गाय के सामने डाल दे और ज़रा झाड़ू लेकर द्वार तो साफ कर दे. यह बैठक भी कई दिन से लीपी नहीं गई, उसे भी गोबर से लीप दे. तब तक मैं भोजन कर लूँ, फिर ज़रा आराम करके चलूँगा. അപ്പം വളരെ ബുദ്ധിപൂർവ്വം പണ്ഡിറ്റ് ഘാസിറാം പറയും, ഒരു കാര്യം ചെയ്യ്, ഈ പുല്ല് കൊണ്ടുവന്ന പുല്ല് പശുവിൻ്റെ മുമ്പിൽ കൊണ്ടിട്, അതുപോലെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്ക്, മുറ്റമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് ഇവിടെ ബൈഠക്, അവരിയ്ക്കുന്ന ആ ഫ്രണ്ട് റൂം, അത് ചാണകം കൊണ്ട്, പണ്ടത്തെ കാലത്തൊക്കെ ചാണകം കൊണ്ട് ഇങ്ങനെ മെരുക്കുമായിരുന്നു, അത് ചെയ്യുക. തബ് തക് മൈ ഭോജൻ കർ ലൂँ, ഫിർ ജറ ആറാം കർക്കെ ചലൂങ്ക. ഇത്രയാകുമ്പോഴത്തേക്കിന് ഞാൻ അല്പം ഭക്ഷണവും കഴിച്ച് അല്പം റെസ്റ്റും ചെയ്തിട്ട് വരാം. हाँ यह लकड़ी भी चीर देना, खलिहान में 4 खांची भूसा पड़ा है, उसे भी उठा लाना और भुसौल में रख देना. പിന്നീട് ഈ വിറകെല്ലാം ഒന്ന് കീറണം. പിന്നെ ഖലിഹാൻ മേ 4 ഖാഞ്ചി ഭൂസ പടാ ഹെ, അവരുടെ ഷെഡിൽ കുറേ ഉണക്ക പുല്ല്, എന്താ നമ്മൾ പറയുന്നത്, കച്ചി കിടപ്പുണ്ട്, അതെടുത്ത് ഭുസയിൽ, കച്ചിയൊക്കെ ഇങ്ങനെ പൊക്കി വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അവിടോട്ട് കൊണ്ട് ഇടണം. दुखी फौरन हुक्म की तामील करने लगा. द्वार पर झाड़ू लगाई, बैठक को गोबर से लीपा. तब तक 12 बज गए. കേട്ട പാടെ ദുഃഖി ജോലി ചെയ്യാൻ തുടങ്ങി. എല്ലായിടവും വൃത്തിയാക്കി, അത് കഴിഞ്ഞ് ചാണകം മെരുക്കി,
तब तक 12 बज गए. അപ്പോഴത്തേക്കിന് 12 മണിയായി. पंडित जी भोजन करने चले गए. दुखी ने सुबह से कुछ नहीं खाया था. उसे भी जोर की भूख लगी, पर वहाँ खाने का क्या धरा था. घर यहाँ से मील भर था. वहाँ खाने चला जाए तो पंडित जी बिगड़ जाए. വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ പണ്ഡിറ്റ് ജിക്ക് ദേഷ്യം വരും. കാരണം പണ്ഡിറ്റ് ജി ഇറങ്ങി വരുമ്പോൾ എപ്പോഴാണ് ഇറങ്ങി വരുന്നതെന്ന് അറിയില്ല. ഇറങ്ങി വരുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഃഖിയെ കണ്ടില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം വരും. बेचारे ने भूख दबाई और लकड़ी फाड़ने लगा. लकड़ी की मोटी सी गांठ थी जिस पर पहले कितने ही भक्तों ने अपना जोर आजमा लिया था. वह उसी दम खम के साथ लोहे से लोहा लेने के लिए तैयार थी. അപ്പോൾ ആ ഒരു വലിയ തടി കഷ്ണം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മുറിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അതിൻ്റെ ആ ലക്ഷണങ്ങൾ കണ്ടിട്ട് ദുഃഖിയെ പോലെ വേറെ ഒരുപാട് ഇരകൾ ഇത് വന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ദുഃഖിക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ കോടാലി കൊണ്ട് അടിക്കുന്നതിന് തോറും ആ തടി കഷ്ണവും വാശിക്ക് ഇങ്ങനെ ഉറച്ച് ഇരുമ്പ് പോലെ നിൽക്കുകയായിരുന്നു. लकड़ी चीरने का उसे अभ्यास न था. घास उसके खुरपे के सामने सिर झुका देती थी. यहाँ कस कस कर कुल्हाड़ी का भरपूर हाथ लगाता, पर उस गांठ पर निशान तक न पड़ता था. ഈ പുല്ല് വെട്ടുന്ന അരിവാൾ കത്തി കൊണ്ട് പുല്ല് വെട്ടുന്ന ജോലിയായിരുന്നു ഈ ദുഃഖി ചമാർ ചെയ്തിരുന്നത്. അത് അയാൾക്ക് എളുപ്പമാണ്. പുല്ല് അയാൾ ഉദ്ദേശിക്കുന്ന പോലെ വെട്ടാൻ പറ്റുമായിരുന്നു. പക്ഷേ വിറക്, അതുപോലെ ഇങ്ങനത്തെ ഇത്രയും വലിയ മരക്കഷ്ണം കോടാലി കൊണ്ട് മുറിക്കുന്ന ഒരു ജോലി ദുഃഖിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. कुल्हाड़ी उचट जाती. पसीने से तर था. हाँफता था. थक कर बैठ जाता था. फिर उठता था. ആകെ വിയർത്തൊലിച്ച് വിശന്ന് വിയർത്തൊലിച്ച് അണച്ച് ചിലപ്പോൾ ഇരിക്കും ചിലപ്പോൾ നിൽക്കും. हाथ उठाए ना उठते थे. पाँव काँप रहे थे. कमर न सीधी होती थी. आँखों तले अंधेरा हो रहा था. सिर में चक्कर आ रहे थे. തിത്ലിയാ ഉഡ് റഹി थी. फिर भी अपना काम किए जाता था. അയാളുടെ കണ്ണിൻ്റെ മുമ്പിലെല്ലാം ഇരുട്ട് മറയുന്ന പോലെ തോന്നി, തല കറങ്ങുന്ന പോലെ തോന്നി, വിശപ്പ്. അതിൻ്റെ കൂട്ടത്തിൽ ഇയാൾക്ക് ജോലി നിർത്തണമെന്നുണ്ട്, പക്ഷേ നിർത്താനും പറ്റുന്നില്ല, അങ്ങ് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. अगर एक चिलम तंबाकू पीने को मिल जा तो शायद कुछ कुछ ताकत आती. उसने सोचा, यहाँ चिलम और तंबाकू कहाँ मिलेगी. ब्राह्मणों का पूरा है. ब्राह्मण लोग हम नीच जातों की तरह तंबाकू थोड़े ही पीते हैं. അപ്പോഴാണ് അയാൾക്ക് തോന്നിയത്, അല്പം ഒന്ന് ചിലം വലിച്ചാൽ, ബീഡി വലിച്ചാൽ ഒരു ആശ്വാസം കിട്ടും. വിശപ്പ് പോകത്തില്ല, എന്നാലും ഒരു ആശ്വാസം കിട്ടും. അപ്പോഴാണ് ഓർത്തത്, ഇവിടെ എവിടുന്ന് കിട്ടാനാണ്. ബ്രാഹ്മൺ കുടുംബം അവരിങ്ങനെ ബീഡിയൊന്നും വലിക്കാറില്ല. ഈ താന്ന ജാതിക്കാരെ പോലെ അവരിങ്ങനത്തെ ദുശീലങ്ങളൊന്നും അവർക്ക് ഇല്ല. सहसा उसे याद आया कि गांव में गोंड भी रहता है. उसके यहाँ ज़रूर चिलम तंबाकू होगी. तुरंत उसके घर दौड़ा. खैर मेहनत सुफल हुई. उसने तंबाकू भी दी और चिलम भी दी, पर आग वहाँ न थी. അപ്പോൾ ഓടിപ്പോയി ആ ഗ്രാമത്തിൽ തന്നെ ഒരു ഗോണ്ട് പരിവാറുണ്ട്. ഗോണ്ട് എന്ന് പറയുമ്പോൾ ഇതേപോലെ താന്ന ജാതിക്കാരാണ്, പക്ഷേ ചമാറിനേക്കാൾ അല്പം ഉയർന്നതാണ്. അവിടെ ചെന്ന് ഇദ്ദേഹത്തിന് ചിലം കിട്ടി, പക്ഷേ തീ കിട്ടിയില്ല. അവിടെ തീ കത്തുന്നില്ലായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് തീ കിട്ടിയില്ല. ദുഃഖീനെ കഹാ, आग की चिंता न करो भाई, मैं जाता हूँ. पंडित जी के घर से आग मांग लूँगा. वहाँ तो अभी रसोई बन रही थी. അപ്പം തീയല്ലേ, അല്പം തീ പണ്ഡിത്തിൻ്റെ വീട്ടിൽ നിന്ന് അടുക്കളയിൽ അടുപ്പ് കത്തുന്ന കാര്യമെല്ലാം വെളി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഃഖിക്കറിയാം. അപ്പോൾ അവിടുന്ന് തീ എടുത്തോളാമെന്നും പറഞ്ഞ് ഗോണ്ടിൻ്റെ അവിടുന്ന് ഓടി ഇങ്ങ് തിരിച്ചു വരും. यह कहता हुआ वह दोनों चीज़ें लेकर चला आया और पंडित जी के घर में बरोठे के द्वार पर खड़ा होकर बोला, मालिक रचिक आग मिल जाए तो चिलम पी ले. ബാക്ക് സൈഡിൽ അടുക്കള ഭാഗത്ത് ചെന്ന് അല്പം തീ കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ചിലം വലിക്കായിരുന്നെന്നുള്ള അഭിപ്രായം പറയും. പണ്ഡിറ്റ് ജി ഭോജൻ കർ രഹേ थे. पंडिताइन ने पूछा, यह कौन आदमी आग मांग रहा है. പണ്ഡിറ്റ് ആ സമയത്ത് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ വൈഫ് ചോദിക്കും, ആരാണ് ഈ സമയത്ത് തീ ചോദിക്കുന്നത്. അരെ വഹി സസുര ദുഖിയ ചമാർ ഹെ, കഹാ ഹെ തോടി സി ലക്കടി ചീർ ദേ, ആഗ് തോ ഹെ ദേ ദോ. അപ്പോൾ പണ്ഡിത്ത് പറയാം, അയ്യേ ആ ചമാറാണ്, അവന് ഞാൻ വിറക് വെട്ടാൻ ഏൽപ്പിച്ചതാണ്, അവൻ തീ ഉണ്ടെങ്കിൽ അല്പം എടുത്ത് കൊടുക്ക്. പണ്ഡിത്തായിനെ ഗരസ്കർ കഹ, വഹ ഘർ മേ ആയാ ക്യോ. അപ്പോൾ പണ്ഡിത്തായിൻ പറയും, എന്തിനാണ് അവൻ നമ്മുടെ ഇവിടെ വന്നത്. പണ്ഡിത്തിനെ ഹാർ കർ കഹ, സസുരേ കാ അഭാഗ് ഥാ ഓർ ക്യാ.
അപ്പോൾ പണ്ഡിത്ത് പറയാം അവൻ്റെ ഗതികേട്, അവൻ്റെ അൺലക്ക്, അല്ലാതെ എന്താ അവൻ എൻ്റെ മുമ്പിൽ ഇന്ന് വന്ന് പെട്ട്. अच्छा इस वक्त तो आग दे देती हूँ, लेकिन फिर जो इस तरह कोई घर में आएगा तो उसका मुँह ही जला दूंगी. ഇപ്പോൾ പണ്ഡിത്തായൻ പറയും ഇപ്രാവശ്യം ഞാൻ തീ കൊടുക്കാം, പക്ഷേ ഇനിയും ഇതേപോലെ താണ ജാതിക്കാരെൻ്റെ വീട്ടിൽ വന്ന് തീ ചോദിച്ചാൽ ഞാൻ മുഖം വരെ അങ്ങ് കരിയിച്ച് കളയും. ദുഃഖി के कानों में इन बातों की भनक पड़ रही थी, पछता रहा था, नाहक आया. അപ്പോൾ ദുഃഖി ഇത് വെളിയിൽ നിന്ന് ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പഷ്താ രഹാഥ, അയാൾ റിഗ്രറ്റ് ചെയ്ത് വരണ്ടായിരുന്നു. സച്ച് തോ കഹത്തി ഹൈ പണ്ഡിത് കെ ഘർ മേ ചമാർ കേസേ ചല ആയേ. പറയുന്നത് പണ്ഡിത്തായിൻ പറയുന്നത് സത്യമല്ലേ, ഒരു ഹൈ ക്ലാസ് ബ്രാഹ്മണൻ്റെ വീട്ടിലെ അടുക്കള മുറ്റത്ത് ഞാൻ എന്തിനാണ് വരുന്നത്, ഞാൻ വന്നുകൂടാത്തതാണ്. ബഡേ പവിത്ര ഹോത്തെ ഹൈ യെ ലോഗ്, തബി തോ സംസാർ പൂജ്താ ഹൈ, തബി തോ ഇത്തന മാൻ ഹേ. ഇവർ വളരെ പവിത്ര ആൾക്കാരാണ്, വളരെ പ്യുവറാണ്, ഇവരെ അതുകൊണ്ടാണ് ലോകം പൂജിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പവിത്രത ഒരു ചമാറായ ഞാൻ വന്ന് നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു. ഭർ ചമാർ തോടെ ഹി ഹേ, ഇസി ഗാവ് മേ ബൂഢാ ഹോ ഗയാ, മഗർ മുझे ഇത്തനി അക്കൽ ഭി നഹി ആയി. ഞാൻ ഇത്രയും വയസ്സായെങ്കിലും എനിക്ക് ഇത്രയും ഒരു വിവരം ഇല്ലാതെ പോയല്ലോ. എങ്ങനെയെങ്കിലും ഒരു ചിലം വലിക്കണമെന്നുള്ളൊരാഗ്രഹത്തിന് അയാളുടെ ഈ കാര്യങ്ങൾ, അയാളൊരു ബ്രാഹ്മണൻ്റെ മുറ്റത്ത് എന്നിങ്ങനെ ചോദിച്ചുകൂടാന്നുള്ള കാര്യമൊന്നും എല്ലാം അങ്ങ് മറന്നുപോയി. इसलिए जब पंडिताइन आग लेकर निकली तो वह मानो स्वर्ग का वरदान पा गया. दोनों हाथ जोड़कर ज़मीन पर माथा टेकता हुआ बोला, पंडिताइन माता, मुझसे बड़ी भूल हुई कि घर में चला आया. चमार की अकल ही तो ठहरी, इतने मूर्ख न होते तो लात क्यों खाते. അപ്പോഴാണ് പണ്ഡിത്തായിൻ തീയായിട്ട് വെളിയിലോട്ട് വരുന്ന കണ്ടത്. ഉടനെ സാഷ്ടാംഗം അങ്ങ് കുനിഞ്ഞിട്ട് ദുഃഖി പറയും, എന്നോട് ക്ഷമിക്കണം, എനിക്കത്ര വിവരമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഓടി നിങ്ങളുടെ ഇങ്ങോട്ട് വന്നത്. പണ്ഡിത്തായിൻ चिमटे से पकड़कर आग लाई थी. 5 हाथ की दूर से घूंघट की आड़ से दुखी की तरफ आग फेंकी. आग की बड़ी सी चिंगारी दुखी के सिर पर पड़ गई. അപ്പോൾ ആ ഒരു സീനൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ പണ്ഡിത്തായിൻ ചിമിട്ട കൊണ്ടാണ് തീ പിടിച്ചുകൊണ്ട് വന്നത്. ഇങ്ങനത്തെ പക്കടില്ലേ നമ്മൾ ടോങ്ക് പോലെ ഇങ്ങനെ പിടിക്കുന്ന ചിമിട്ട, അത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് എറിഞ്ഞു കൊടുക്കും. അതും കയ്യിൽ കൊടുക്കത്തില്ല തീ, ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിന് അയാൾ അവിടെ ഇങ്ങനെ തല കുനിഞ്ഞ് നിൽക്കുകയാണ്, അയാളുടെ തലയിലേക്ക് ഒരു സ്പാർക്ക് വന്ന് വീഴും. जल्दी से पीछे हटकर सिर को झोंटे देने लगा. उसके मन ने कहा, यह एक पवित्र ब्राह्मण के घर को अपवित्र करने का फल है. നോക്കൂ, തലയിൽ തീ കൊണ്ടപ്പം ആ വിവരമില്ലാത്ത ദുഃഖി എന്താണ് വിചാരിക്കുന്നത്, ഇതെനിക്ക് കിട്ടേണ്ട ഒരു ശിക്ഷയാണ്. ഒരു പവിത്രമായ ഒരു ബ്രാഹ്മണൻ്റെ വീട് ഞാനായിട്ട് കയറി അപവിത്രമാക്കിയതിന് ദൈവം എനിക്ക് അപ്പം തന്നെ തന്ന ഒരു ശിക്ഷയാണ്. भगवान ने इतनी जल्दी फल दे दिया, इसी से तो संसार पंडितों से डरता है. ഇത്രയും പെട്ടെന്ന് ഞാൻ ചെയ്ത പാപത്തിന് എനിക്ക് ശിക്ഷ കിട്ടി. വെറുതെ അല്ല ഈ ബ്രാഹ്മൺസിനെ എല്ലാവരും പൂജിക്കുന്നതും ഇവരെ എല്ലാവരും ഭയക്കുന്നത്. കാരണം ഇവരുടെ ധർമ്മം ഭ്രഷ്ടമാക്കിയാൽ അപ്പം തന്നെ നമുക്ക് അതിന് ശിക്ഷ ഈശ്വരൻ തരും. इसी से तो संसार पंडितों से डरता है और सबके रुपये मार जाते हैं. ब्राह्मण के रुपये भला कोई मार ले तो ഘർ ഭർ കാ സത്യനാശ് ഹോ ജായ്. മറ്റുള്ളവരുടെ എത്ര സാമ്പത്തിക നഷ്ടം വന്നാലും ഒരു കുഴപ്പമില്ല, പക്ഷേ ബ്രാഹ്മണൻ്റെ സാമ്പത്തിക നഷ്ടം ആർക്കും വരുത്താൻ പറ്റത്തില്ല, കാരണം അങ്ങനെ വരുത്തിയാൽ അവർക്ക് സർവനാശമാണ്. ബാഹർ ആക്കർ ഉസ്നെ ചിലം പി और फिर कुल्हाड़ी लेकर जुट गया. खट खट की आवाज़ें आने लगी. വെളിയിൽ വന്ന് തീ കിട്ടിയല്ലോ, തീയും കൊണ്ട് ചിലമും ഒക്കെ വലിച്ചിട്ട് അയാൾ പിന്നെയും അയാളുടെ ജോലിയിൽ ഏർപ്പെടും. उस पर आग पड़ गई तो पंडिताइन को उस पर कुछ दया आ गई. पंडित जी भोजन करके उठे तो बोली, इस चमरवा को भी कुछ खाने को दे दो, बेचारा कब से काम कर रहा है, भूखा होगा. അപ്പം താൻ കാണിച്ച അബദ്ധം കാരണം ആ ചമാറിൻ്റെ തലയിൽ തീ കൊണ്ടത് കാരണം പണ്ഡിത്തായിന് അല്പം ഒരു ദയ തോന്നി. അകത്ത് വന്ന് ഭർത്താവിനോട് പറയും, നോക്കൂ അയാൾക്കും എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാം. पंडित जी ने इस प्रस्ताव को व्यावहारिक क्षेत्र समझकर पूछा, रोटियां हैं, ഉണ്ടോ ഭക്ഷണം ഉണ്ടോ, റോട്ടി ഉണ്ടോ എന്ന് ചോദിക്കും. 2-4 बच जाएंगी. 2-4 रोटियों में क्या होगा, चमार है, कम से कम शेर भर चढ़ा जाएगा. പണ്ഡിത്തായിൻ പറയും 4 റോട്ടിയൊക്കെ കാണും ബാക്കി. അയ്യോ 4 കൊണ്ടൊന്നും തികയത്തില്ല, ഇതുങ്ങൾ ഒരുപാട് കഴിക്കും.
4 കൊടുത്താൽ അവനൊന്നും ആവത്തില്ല എന്ന് പണ്ഡിത്ത് പറയും. പണ്ഡിത്തായിൻ കാനോ പർ ഹാത്ത് റഖർ ബോലി അരെ ബാപ് റേ സേർ ഭർ തോ ഫിർ രഹനെ ദോ. അപ്പോൾ കേട്ട പാടെ പണ്ഡിത്തായും പറയും അത് ഒരുപാട് വേണമെങ്കിൽ ഒരുപാട് കൊടുക്കേണ്ടി വരുവാണെങ്കിൽ എങ്കിൽ പിന്നെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ദുഃഖി ने चिलम पीकर फिर कुल्हाड़ी संभाली. दम लेने से ज़रा हाथों में ताकत आ गई थी. कोई आध घंटे तक फिर कुल्हाड़ी चलाता रहा. फिर बेदम होकर वहीं सिर पकड़ के बैठ गया. ദുഃഖി പിന്നെയും വിറക് കീറുകയാണ്. കുറേ നേരം കീറി കഴിഞ്ഞ് ക്ഷീണിച്ചവിടങ്ങ് ഇരിക്കും. इतने में गोंड आ गया. बोला क्यों जान देते हो बूढ़े दादा, तुम्हारे फाड़े यह गांठ न फटेगी, नाहक हल्कान होते हो. അപ്പോൾ ആ സമയത്ത് അവിടെ ആ ഗോണ്ട് വരും. അപ്പോൾ ഗോണ്ടിൻ്റെ അടുത്താണ് ഇയാൾ തീ അന്വേഷിച്ച് ആദ്യം പോയത്. അപ്പോൾ ഗോണ്ട് പറയും എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ വിചാരിച്ചാലൊന്നും ഈ വിറക് കഷ്ണം കീറാൻ പറ്റത്തില്ല. दुखी ने माथे का पसीना पोंछ कर कहा अभी गाड़ी भर भूसा ढोना है भाई. അപ്പം ദുഃഖി മറുപടിയായിട്ട് പറയുന്നത് അയ്യോ എനിക്ക് വിറക് കീറി കഴിഞ്ഞ് വേറെയും ജോലിയുണ്ട്, എനിക്ക് കച്ചിയെടുത്ത് ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഇടണം. കുച്ച് ഖാനെ കോ മിലാ കി കാം ഹി കറാനാ ജാനത്തെ ഹൈ ജാക്കെ മാങ്ങത്തെ ക്യോ നഹി. അപ്പോൾ ഗോണ്ടിനറിയാം ഈ ബ്രാഹ്മണൻ ഭക്ഷണമൊന്നും കൊടുത്തു കാണത്തില്ലെന്ന്. അതുകൊണ്ട് ചോദിക്കും നിനക്ക് വല്ലതും ഭക്ഷിക്കാൻ കിട്ടിയോ, കിട്ടിയില്ലെങ്കിൽ പോയി ചോദിച്ചെങ്കിലും മേടിക്കുക. कैसी बात करते हो चिखुरी, ब्राह्मण की रोटी हमको पचेगी. ഉടനെ ദുഃഖി പറയാം അയ്യോ എന്തായി പറയുന്നത്, ബ്രാഹ്മണൻ്റെ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ ദഹിക്കുമോ. पचने को पच जाएगी, पहले मिले तो मूछों पर ताव देकर भोजन किया और आराम से सोए, तुम्हें लकड़ी फाड़ने का हुक्म लगा दिया. അതുങ്ങൾ നല്ല സുഖമായിട്ട് മീശയും തടവി ഭക്ഷണവും കഴിച്ച് ഇപ്പം സുഖമായിട്ട് കിടക്കുകയായിരിക്കും. എന്നിട്ട് നിന്നെ ഈ ജോലി ഏൽപ്പിച്ച്. ജമീന്ദാർ ഭി കുച്ച് ഖാനെ കോ ദേത്താ ഹൈ, ഹാക്കിം ഭി ബേഗാർ ലേത്താ ഹൈ തോ തോടി ബഹുത് മജൂരി ദേ ദേത്താ ഹൈ. അതുപോലെ ഏറ്റവും വലിയ ദുഷ്ടരാണ് ജമീന്ദാർ, ഭൂവുടമകൾ, കർഷകരെ ചൂഷണം ചെയ്യുന്നവർ. അവർ പോലും ജോലി ചെയ്യിപ്പിച്ചാൽ തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുക്കും. അതുപോലെ ഹാക്കിം, വൈദ്യനും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ജോലി, ബേഗാർ, നമ്മളെ കൊണ്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്യിപ്പിച്ചാൽ അയാളുടെ വൈദ്യത്തിൻ്റെ എന്തെങ്കിലും അറിവ് നമുക്ക് പറഞ്ഞു തരും. യഹ ഉൻസെ ഭി ബഡ് ഗയെ ഉസ് പർ ധർമാത്മാ ബൻതേ ഹൈ. ഇവരാണെങ്കിൽ അതിനേക്കാളും മേലെയാണോ, എന്നിട്ട് ധർമാത്മാ ആണെന്ന് പറയും പോലും, എന്നിട്ട് വലിയ ധർമാത്മാവാണെന്ന് പറയും. മനുഷ്യർക്ക് ജോലി ചെയ്ത് കൂലിയും കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കില്ല. ധീരെ ധീരെ ബോലോ ഭായി, കहीं സുൻ ലേ തോ ആഫത്ത് ആ ജായേ. ഇപ്പം ദുഃഖി പറയും പെതുക്കെ പറ, കേട്ടാൽ ആകെ പ്രശ്നമാവും. यह कहकर दुखी फिर संभल पड़ा और कुल्हाड़ी की चोट मारने लगा. चिखुरी को उस पर दया आई. आकर कुल्हाड़ी उसके हाथ से छीन ली और कोई आध घंटे खूब कस कस कर कुल्हाड़ी चलाई, पर गांठ में एक दरार भी न पड़ी. ഈ ഗോണ്ട് വ്യക്തിയുടെ പേര് ചിഖുരി എന്നായിരുന്നു. അപ്പോൾ ചിഖുരിക്ക് ഈ ദുഃഖിയുടെ ഈ അവസ്ഥ കണ്ട് വിഷമം തോന്നി, ദയ തോന്നി. ആക്കർ കുൽഹാടി ഉസ്കെ ഹാത്ത് സെ ഛീൻ ലി और कोई आध घंटे खूब कस कस कर कुल्हाड़ी चलाई. അരമണിക്കൂർ ദുഃഖിക്ക് വേണ്ടി ഈ ചിഖുരി ഗോണ്ട് കോടാലി കൊണ്ട് ആ വിറക് കീറാൻ നോക്കും. പർ ഗാಂಠ് മേ ഏക് ദരാർ ഭി ന പടി. പക്ഷേ ആ മരത്തിൻ്റെ ആ ഒരു കഷ്ണം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് പൊളക്കാനേ പറ്റുന്നില്ലായിരുന്നു. तब उसने कुल्हाड़ी फेंक दी और यह कहकर चला गया तुम्हारे फाड़े यह न फटेगी, जान भले निकल जाए. ദേഷ്യം വന്ന് ആ ചിക്കുരി ആ കോടാലി എടുത്തെറിഞ്ഞിട്ട് പറയും ദുഃഖി നിന്നെ കൊണ്ട് ഇത് പറ്റുന്ന കാര്യമല്ല, നടക്കത്തില്ല. दुखी सोचने लगा बाबा ने यह गांठ कहाँ रख छोड़ी थी कि फाड़े नहीं फटती, कहीं दरार तक तो पड़ती नहीं. मैं कब तक इसे चीरता रहूँगा, अभी घर पर 100 काम पड़े हैं. कारज परोजन का घर है, एक न एक चीज़ घटी रहती है, पर इन्हें क्या चिंता. चलूँ जब तक भूसा ही उठा लाऊं. कह दूंगा बाबा आज तो लकड़ी नहीं फटी, कल आकर फाड़ दूंगा. അപ്പം ചിക്കുരിയെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അരമണിക്കൂർ ചിക്കുരി കോടാലി അടിച്ചിട്ട് ആ തടി കഷ്ണം അനങ്ങുന്നില്ല. അപ്പോൾ ദുഃഖിക്ക് മനസ്സിലായി ഞാനിത് വിചാരിച്ചാൽ ഇന്ന് മുഴുവനും നിന്നാലും എൻ്റെ വീട്ടിൽ ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. കാരണം ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്ന വീടാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഈ പണി ഇവിടെ നിർത്തിയിട്ട് ആ കച്ചി എടുത്ത് വെക്കുന്ന ജോലിയിലേക്ക് ഏർപ്പെടാം.
उसने झांवा उठाया और भूसा ढोने लगा। खलिहान यहाँ से 2 फरलोंग से कम न था। अगर झांवा खूब भर भर कर लाता तो काम जल्द खत्म हो जाता, लेकिन फिर जौवा को उठाता कौन? अकेला भरा हुआ झौवा उससे न उठ सकता था, इसलिए थोड़ा थोड़ा लाता था। 4 बजे कहीं भूसा ഖത്തം हुआ. അപ്പോൾ ഈ കച്ചിയെല്ലാം കൂടെ പൊക്കി ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ട് ഇടണം. പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് പൊക്കിയാൽ വെയിറ്റ് കാരണം ഇയാൾക്ക് പൊക്കാനും വയ്യ. അതുകൊണ്ട് പല പ്രാവശ്യമായിട്ട് നടന്ന് നടന്ന് കൊണ്ട് ഇട്ട്. അപ്പോഴത്തേക്കിന് 4 മണിയായി. അപ്പോഴും ഇയാളൊന്നും ഭക്ഷിച്ചിട്ടില്ല. പൊരി വെയിലാണ്. पंडित जी की नींद भी खुली. मुँह हाथ धोया, पान खाया और बाहर निकले. देखा तो दुखी झौवे पर सिर रखे सो रहा है. അപ്പോൾ ഒരു പണ്ഡിറ്റ് ജി ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങിക്കഴിഞ്ഞ് കണ്ണൊക്കെ തെളിഞ്ഞ് എണ്ണീറ്റപ്പം കണ്ട കാഴ്ച എന്താണ്? ദുഃഖി ജോവേ പർ സിർ രഖേ സോറ. ദുഃഖി അല്പം ഒന്ന് മയങ്ങിപ്പോയി, അല്പം ഒന്ന് ക്ഷീണിച്ചിങ്ങനെ അങ്ങ് ഇരുന്നു പോയി. ഉഠാലേ കുൽഹാടി और लकड़ी फाड़ डाल, तुझसे ज़रा सी लकड़ी नहीं फटती, फिर साइत भी वैसे ही निकलेगी, मुझे दोष मत देना. इसी से कहा है कि नीच के घर में खाने को हुआ और उसकी आँखें बदली. ഇത് കണ്ടുടനെ പണ്ഡിത്തിന് ദേഷ്യം വരും. പണ്ഡിത്ത് പറയും, കൊള്ളാം, നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണോ, എടുക്ക് കോടാലി എടുത്ത് പെട്ടെന്ന് ഇത് കീറും. അതെന്താണ്, നീ ഇത് ശരിക്ക് ചെയ്തില്ലെങ്കിൽ നിൻ്റെ മകളുടെ സായിത്ത്, നിൻ്റെ മകൾക്ക് വേണ്ടി മുഹൂർത്തം എടുക്കുമ്പോഴും എന്തെങ്കിലും അബദ്ധങ്ങൾ ദോഷങ്ങൾ പറ്റും, പിന്നെ എന്നെ കുറ്റം പറയരുത്. അതുകൊണ്ടാണ് നീ പറയുന്നത് നീച്ച് കെ ഘർ മേ ഖാനേ കോ ഹുവാ ഓർ ഉസ്കി ആഖേ ബദലി. ഈ താന്ന ജാതിക്കാർക്ക് ഉള്ളതാണ് ഇങ്ങനെ സ്വഭാവം. അല്പം ഒന്ന് ഭക്ഷണമൊക്കെ കിട്ടിത്തുടങ്ങിയാൽ പിന്നെ അവരുടെ സ്വഭാവം അങ്ങ് മാറും. दुखी ने फिर कुल्हाड़ी उठाई. जो बातें पहले से सोच रखी थी वह सब भूल गई. पेट पीठ में धसा जाता था. കേട്ട പാടെ ദുഃഖി പെട്ടെന്ന് കോടാലി എടുത്ത് ജോലി ചെയ്യാൻ തുടങ്ങി. ജോ ബാത്ത് ഉസ്നെ പെഹലെ സെ സോച്ച് റക്കി ഥി വഹ ഭൂൽ ഗയ. അയാൾ എന്താണ് ആദ്യമേ ഉദ്ദേശിച്ച് വെച്ചിരുന്നത്? പണ്ഡിത്തിനോട് പറയാൻ നാളെ ഞാൻ വന്ന് ഇത് ബാക്കി ചെയ്യാം, ഇന്ന് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറയാനിരുന്നതാണ്. പക്ഷേ ഈ ഒരു പണ്ഡിത്തിൻ്റെ ഡയലോഗ് കേട്ട് അയാൾ ചാടി എണ്ണീറ്റ് ജോലി ചെയ്യാൻ തുടങ്ങി. പേട്ട് പീട്ട് മേ ധസാ ജാത്താ ഥ. അയാളുടെ വയറും പുറവും എല്ലാം ഒന്നായി, എന്നുവെച്ചാൽ വയറ് വിശന്നങ്ങ് ഒട്ടി അങ്ങ് ഒരുമാതിരിയായി. ആജ് സവേരെ ജൽപാൻ തക് ന കിയാ ഥ, അവകാശ ഹി ന മില, उठना ही पहाड़ मालूम होता था. जी डूबा जाता था पर दिल को समझा कर उठा. पंडित जी हैं, कहीं साइत ठीक न विचारें तो फिर सत्यानाश ही हो जाए. അയാൾക്ക് എണ്ണീറ്റ് ജോലി ചെയ്യാനുള്ള ഒട്ടും കെൽപ്പില്ലായിരുന്നു. പക്ഷേ പണ്ഡിത്ത് അയാളുടെ മകളുടെ സായിത്ത് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് അബദ്ധം വന്നാൽ പിന്നെ ആകെ സത്യനാശാവും, മകളുടെ ഭാവി സത്യനാശാവും. തഭി സംസാർ മേ ഇത്തനാ മാൻ ഹൈ, സായിത്ത് ഹി കാ തോ സബ് ഖേൽ ഹൈ, ജിസെ ചാഹെ ബിഗാഡ് ദേ. അതുകൊണ്ട് തന്നെ ഈ ഒരു സായിത്ത്, ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മിൺസിന് ഇത്രയും ഇമ്പോർട്ടൻസ് സമൂഹം കൊടുക്കുന്നത്. അവർ ഗണിച്ചെടുക്കുന്ന ആ ഒരു സമയം ശരിയല്ല എങ്കിൽ ബാക്കിയുള്ളവരുടെ ഫ്യൂച്ചറെല്ലാം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. पंडित जी गांठ के पास आकर खड़े हो गए और बढ़ावा देने लगे. हाँ, मार कस के, और मार, कस के मार, अबे ज़ोर से मार, तेरे हाथ में तो जैसे दम ही नहीं है. लगा कस के, खड़ा सोचने क्या लगता है, हाँ बस फटा ही चाहती है, ദേ ഉസി ദരാർമേ. അടുത്ത് വന്നിട്ട് വളരെ ആവേശത്തോടുകൂടി പണ്ഡിറ്റ് ജി പറയാം, അടിക്ക്, കൊടാലി അടിക്ക്, ദാ ഇപ്പം അത് പൊളന്ന് വരും, ധൈര്യമായിട്ടടി. അങ്ങനെ ആവേശം നിറയ്ക്കാൻ വേണ്ടി പണ്ഡിറ്റ് ജി പിന്നെയും പ്രോത്സാഹിപ്പിക്കും. दुखी अपने होश में न था. न जाने कौन सी गुप्त शक्ति उसके हाथों को चला रही थी. थकान, भूख, कमज़ोरी सब मानो भाग गई. ഇത് കേട്ടപ്പം ആവേശത്തിൽ പണ്ഡിത്ത് കിടന്ന് ബഹളം വെക്കുന്ന കണ്ടപ്പം ഈ ദുഃഖിക്ക് എവിടുന്നോ എന്തോ ഒരു ശക്തി കയറി വന്ന് അയാൾക്ക് ക്ഷീണം, വിശപ്പ്, അയാളുടെ ആ ഒരു വീക്ക്നെസ് എല്ലാം അയാൾ മറന്ന്. उसे अपने बाहुबल पर स्वयं आश्चर्य हो रहा था. एक एक चोट वज्र की तरह पड़ती थी. आध घंटे तक वह इसी तरह उन्माद की दशा में हाथ चलाता रहा. പിന്നീട് അങ്ങോട്ട് ഏത് ഒരു ശക്തി വന്നെന്നറിയില്ല. എവിടെ നിന്ന് ശക്തി വന്നെന്ന്, അവൻ്റെ കൈകൾക്ക് എവിടെ നിന്ന് ഇത്രയും ശക്തി വന്നെന്ന് ദുഃഖിക്ക് പോലും അത്ഭുതമാണ്. വളരെ ആവേശത്തിൽ കോടാലി അടിക്കാൻ തുടങ്ങി. यहाँ तक कि लकड़ी बीच में फट गई और दुखी के हाथ से कुल्हाड़ी छूट कर गिर पड़ी. इसके साथ
വഹ ഭി ചക്കർ ഖാക്കർ ഗിർ പട. ഇത്രയും പേര് കോടാലി പ്രയോഗിച്ചിട്ടും കീറാത്ത ആ കഷ്ണം അവിടെ പൊളന്നു വന്നു, ആ മരക്കഷ്ണം. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ദുഃഖി തല കറങ്ങി അപ്പുറത്തേക്ക് തെറിച്ച് വീണ്. കയ്യിൽ നിന്ന് കോടാലിയും തെറിച്ചു പോയി, അയാളും വീണു. ഭൂക്കാ പ്യാസ thका हुआ ശരീർ ജവാബ് ദേ ഗയാ. വിശന്ന് ക്ഷീണിച്ച് ആ ഒരു ദുഃഖി ആ ഒരു വീഴ്ചയോടുകൂടി മരിക്കുകയാണ്. പണ്ഡിറ്റ് ജി ने पुकारा, उठ के 2-4 हाथ और लगा दे, പത്ലി പത്ലി ചേലിയാ ഹോ ജായേ. അപ്പോൾ പണ്ഡിറ്റ് ജിക്ക് മതിയായില്ല. അയാൾ പറയാണ്, എണ്ണീക്കടാ, എണ്ണീറ്റ് കുറച്ചുകൂടെ ഒന്ന് ചെയ്യുക, അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കി കിട്ടും. दुखी न उठा, उन्होंने भी अब उसे दिख करना उचित न समझा. पंडित जी ने भीतर जाकर बूटी छानी, शौच गए, स्नान किया और पंडिताई बाना पहनकर बाहर निकले. दुखी अभी तक वहीं पड़ा हुआ था. അപ്പോൾ പണ്ഡിറ്റ് പിന്നെ അയാളെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. ദുഃഖി അവിടെ താഴെ ഇങ്ങനെ കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ് എന്ന് പണ്ഡിത്തിനറിയില്ല. അയാൾ അകത്ത് പോയി ഒരുങ്ങി കുളിച്ച് ഇയാളുടെ ദുഃഖിയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്, ഒരുങ്ങി ഇറങ്ങുകയാണ്. ദുഃഖി അഭി തക് വഹീ പടാ ഹുവാ താ, जोर से पुकारा, अरे क्या पड़े ही रहोगे दुखी, चलो तुम्हारे ही घर चल रहा हूँ, सामान ठीक ठाक है ना. ആ, നീ ഇപ്പോഴും ഇവിടെ കിടക്കുകയാണോ, എണ്ണീക്കടാ, നിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ വരുന്നത്, എല്ലാ കാര്യങ്ങളും എല്ലാം ഓക്കെ ആണല്ലോ, എന്നുവെച്ചാൽ ഇയാൾക്ക് കിട്ടാനുള്ള എല്ലാം ഓക്കെ ആണെന്ന് ചോദിക്കുന്നത്. ദുഃഖി ഫിർ ഭി ന ഉഠാ. अब पंडित जी को कुछ शंका हुई, पास जाकर देखा तो दुखी अकड़ा पड़ा हुआ था. बदहवास होकर भागे और पंडिताइन से बोले, दुखिया तो जैसे मर गया. അടുത്ത് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ദുഃഖി മരിച്ചു എന്നുള്ളൊരു ബോധം അയാൾക്ക് വന്നു. അയാൾ വെപ്രാളത്തിന് ഓടി അകത്ത് നിന്ന് വൈഫിനോട് പറയും, ദുഃഖിയാ तो जैसे मर गया. पंडिताइन हक बकाकर बोली, वह तो अभी लकड़ी चीर रहा था ना. അപ്പോൾ വൈഫ് പറയും, ഇപ്പോഴല്ലേ വിറക് കീറിക്കൊണ്ടിരുന്നത്. ഹാ ലക്ഡി ചീർത്തേ ചീർത്തേ മർ ഗയാ, അബ് ക്യാ ഹോഗാ. അപ്പോൾ പണ്ഡിറ്റ് പറ, അതെ, അവൻ വിറക് ഇങ്ങനെ പൊളന്ന് കൂട്ടത്തിൽ മരിച്ചുപോയി. അതെ വിറക് പൊളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം മരിച്ചുപോയി. പണ്ഡിത്തായിനെ ശാന്ത് ഹോക്കർ കഹാ, ഹോഗാ ക്യാ, ചമറോനെ മേ കെഹലാ ഭേജോ, മുർദ ഉഠാലേ ജായ്. അപ്പോൾ പണ്ഡിത്തായൻ വളരെ നിസ്സാരമായിട്ട് പറയും, എന്താണ് ഇതിന് ഇത്ര ആലോചിക്കാൻ, ചെന്ന് അവരെ അറിയിക്കുക, വീട്ടുകാരെ അറിയിക്കുക, അവർ വന്ന് ബോഡി കൊണ്ടുപോട്ടെ. एक क्षण में गांव भर में खबर हो गई. पूरे ब्राह्मणों की ही बस्ती थी, केवल एक घर गौंड का था. लोगों ने इधर का रास्ता छोड़ दिया, कुएं का रास्ता उधर ही से था. पानी कैसे भरा जाए, चमार की लाश के पास से होकर पानी भरने कौन जाए. एक बुढ़िया ने पंडित जी से कहा, अब मुर्दा फेंकवाते क्यों नहीं, कोई गांव में पानी पिएगा या नहीं. അപ്പോഴത്തേക്കിന് ആ ഒരു ഗ്രാമത്തിൽ എല്ലാം ബ്രാഹ്മൺസ് ആയിരുന്നു, ബ്രാഹ്മൺസിൻ്റെ ഏരിയ ആയിരുന്നു. ഒരു വീട് മാത്രം ഗോണ്ടിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോഗോനെ ഇധർ കാ രാസ്ത ഛോഡ് ദിയ, കുവേ കാ രാസ്ത ഉധർ ഹി സേ താ. അപ്പോൾ ഈ ബോഡി കിടക്കുന്നത് കാരണം, ബോഡി കിടക്കുന്നതല്ല ബ്രാഹ്മൺസിന് പ്രശ്നം, ആ വഴി കൂടെ കിണറ്റിലേക്ക് പോകാൻ വെള്ളം കോരാൻ പറ്റത്തില്ല, ഇവിടെ ഒരു ചമാറിൻ്റെ ബോഡി കിടക്കുകയാണ്. അപ്പോൾ ഒരു ബുഡിയ പറയും, പണ്ഡിറ്റ്ജിയോട് പറയും, ഈ ശവം എങ്ങനെയും കൊണ്ടുപോകാൻ പറ. इधर गोंड ने चमरौने में जाकर सबसे कह दिया, खबरदार मुर्दा उठाने मत जाना, अभी पुलिस की तहकीकात होगी, दिल लगी है कि एक गरीब की जान ले ली. അപ്പോൾ ഈ ഗോണ്ടിന് ദേഷ്യം വരും. ചിക്കുരി ഗോണ്ട് ഓടിച്ചെന്ന് ചമാറിൻ്റെ തെരുവിൽ ചെന്ന് എല്ലാവരോടും പറയും, ബോഡി എടുക്കാൻ ആരും വരരുത്, പോലീസ് വരട്ടെ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കട്ടെ. ഇവർക്ക് എന്ത് വേണേലും ആകാവുന്നൊരു ചിന്തയാണ്. पंडित जी होंगे तो अपने घर के होंगे, लाश उठाओगे तो तुम भी पकड़े जाओगे. നിങ്ങൾ ആരെങ്കിലും ആ ബോഡി എടുക്കാൻ പോയാൽ നിങ്ങളെയും പോലീസ് പിടിക്കും. इसके बाद ही पंडित जी पहुँचे, पर चमरौने का कोई आदमी लाश उठा लाने को तैयार न हुआ. हाँ, दुखी की स्त्री और कन्या दोनों हाय हाय करती वहाँ चली और पंडित जी के द्वार पर आकर सिर पीट पीट कर रोने लगी. അപ്പോൾ ആണുങ്ങൾ ആരും, ചമാർ ജാതിയിലെ ആണുങ്ങൾ ആരും ബോഡി എടുക്കാൻ വന്നില്ല. ദുഃഖിയുടെ ഭാര്യയും മകളും കരഞ്ഞ് നിലവിളിച്ച് അവിടെ എത്തും. उनके साथ 10-5 और चमारने थी, कोई रोती थी, कोई समझाती थी, पर चमार एक भी न था. पंडित जी ने चमारों को बहुत धमकाया, समझाया, मिन्नत की, पर चमारों के दिल पर पुलिस का रौब छाया हुआ था, एक भी न भिनका. അപ്പോൾ പണ്ഡിറ്റ് എന്ന് അവരോട് ആദ്യം വളരെ ദേഷ്യപ്പെട്ട് പറയും, വന്ന് പെട്ടെന്ന് ശവം എടുത്തുകൊണ്ട് പോകുമെന്ന് പറയും, മനസ്സിലാക്കിച്ചു കൊടുക്കും. അവസാനം മിന്നത്ത് കി,
റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് കൊണ്ടുപോകും, പക്ഷെ ആരും വന്നില്ല. आखिर निराश होकर लौट आए. आधी रात तक रोना पीटना जारी रहा. देवताओं को सोना मुश्किल हो गया, पर लाश उठाने कोई चमार नहीं आया. और ബ്രാഹ്മൺ ചമാർ की लाश कैसे उठाते. അപ്പോൾ ബ്രാഹ്മൺസ് താമസിക്കുന്ന ഏരിയയിൽ ഒരു ചമാറിൻ്റെ ബോഡി രാത്രി മുഴുവനും കിടക്കും. രാത്രിയിൽ മുഴുവനും ഈ സ്ത്രീകൾ വന്ന് കരയുന്നതല്ലാതെ, അപ്പോൾ കരയുമ്പോൾ ഈ ഒരു നിലവിളി കേട്ട് ഈ ബ്രാഹ്മൺസിന് അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നു. ദേവതാവും കോ സോനാ മുഷ്കിലോകിയ, ദൈവങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടായി. പക്ഷേ ബോഡി കൊണ്ടുപോകാൻ ആരും വന്നില്ല. ഭല ऐसा किसी शास्त्र पुराण में लिखा है, कहीं कोई दिखा दे. അപ്പോൾ ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ പിന്നെ ഈ ചർച്ച, ഇനി ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ബ്രാഹ്മിൺസ് തന്നെ വിചാരിക്കണം. പക്ഷേ അങ്ങനെ ഒരു പുരാണങ്ങളിലും എഴുതിയിട്ടില്ല. ഒരു താന്ന ജാതിക്കാരൻ്റെ ബോഡി ബ്രാഹ്മൺ പൊക്കുന്ന കാര്യം എങ്ങും ഒരു ശാസ്ത്രത്തിലും ഒരു വേദങ്ങളും പുരാണങ്ങളിലും എഴുതിയിട്ടില്ല. पंडिताई ने झुंझलाकर कहा, इन डाइनों ने तो खोपड़ी चाट डाली, सबों का गला भी नहीं थकता. ഇപ്പോൾ പണ്ഡിത്തായിന് രാത്രിയാകുമ്പോൾ അങ്ങ് ദേഷ്യം വരും. ഈ സ്ത്രീകൾ, ഈ പിശാചുക്കൾ, ഡൈൻ എന്ന് വെച്ചാൽ ഈ ഒരു പിശാചുക്കൾ രാത്രി മുഴുവനും കിടന്ന് നിലവിളിച്ച് എൻ്റെ തല പെരുക്കുന്നു. സബോം കാ ഗളാഭിനി തക്ത, ഇതിനെയൊക്കെ തൊണ്ട വേദനിക്കത്തില്ലേ. പണ്ഡിത് ने कहा, रोने दो चुड़ैलों को, कब तक रोएंगी. जीता था तो कोई बात न पूछता था, मर गया तो कोलाहल मचाने के लिए सब आ पहुंची. പണ്ഡിത്ത് പറയാം, ഓ കരയട്ടെ, ഇതുങ്ങളൊക്കെ എത്ര നേരം കരയുമെന്ന് നമുക്ക് നോക്കാം, പിശാചുക്കൾ കരയട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഒരു കാര്യം അന്വേഷിക്കാത്തവരാ, ഇപ്പം മരിച്ചപ്പം വന്ന് ഭയങ്കര നിലവിളി. ചമാർ കാ റോന മൻഹൂസ് ഹേ. ഇപ്പോൾ പണ്ഡിത്തൻ പറയും, ഈ ചമാറുകളൊക്കെ കരച്ചിലും കേൾക്കാനൊരു സുഖമില്ല, മൻഹൂസാണ്, ഒരു അപശകുനം പോലെയാണല്ലേ. ഹാ ബഹുത് മൻഹൂസ്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്, ഭാര്യയും ഭർത്താവും. ഈ കരച്ചിലിനും ഒരു സുഖമില്ല. അഭീസെ ദുർഗന്ധ് ഉഠ്നെ ലഗി. അപ്പോൾ പണ്ഡിത്തായിൻ പറയാം, ഈ ഇപ്പോഴേ ബോഡിയിൽ നിന്ന് സ്മെല്ല് വരുന്നത് കേട്ടോ. ചമാർ ഥാ സസുരാക്കി നഹി, ഖാദ്യ ഖാദ്യ കിസി കാ വിചാർ ഹേ ഇൻ സബോങ്കോ. ഇപ്പോൾ പണ്ഡിത്ത് പറയും, ചമാറല്ലായിരുന്നോ, എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട, വേദങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നും ഇതുങ്ങൾക്കറിയില്ല, കണ്ണി കണ്ട എല്ലാം കഴിക്കില്ലേ. ഇൻ സബോങ്കോ ഘിൻ ബി നഹി ലഗ്തി, ഭ്രഷ്ട് ഹേ സബ്. അപ്പം ഭാര്യയും ഭർത്താവും ഈ ജാതിയെപ്പറ്റി, താന്ന ജാതി ചമാർ ജാതിയെപ്പറ്റി ഇവരെന്തും ഒരു വെറുപ്പുമില്ല, എന്തിനെ എടുത്ത് വേണേൽ കഴിക്കും. ഇതുങ്ങൾക്ക് ഒരു പവിത്രതയില്ല, തമ്മിൽ പറയാണ്. രാത്തോ കിസി തര കട്ടി, മഗർ സവേരെ ഭീ കോയി ചമാർ ന ആയ. ചമാറിനെ ഭീ റോ പീട്ട് കർ ചലി ഗയി, ദുർഗന്ധ് കുച്ച് കുച്ച് ഫേൽനെ ലഗി. രാവിലെ ആയിട്ടും ഒറ്റ പുരുഷന്മാർ ചമാർ ജാതി എന്നുള്ളവർ വന്നില്ല ബോഡി എടുക്കാൻ. സ്ത്രീകളെല്ലാം കരഞ്ഞ് നിലവിളിച്ച് രാത്രിയിൽ അങ്ങ് തിരിച്ചുപോയി. അപ്പോൾ സ്മെല്ല്, ദുർഗന്ധം അടിക്കാൻ തുടങ്ങി. पंडित जी ने एक रस्सी निकाली, उसका फंदा बनाकर मुर्दे के पैर में डाला और फंदे को खींच कर कस दिया. അവസാനം ഗതി കെട്ട് പണ്ഡിത്ത് ഘാസിറാം എന്ത് ചെയ്തൊരു കയറെടുത്ത് ദുഃഖിയുടെ കാലിൽ കെട്ടി എന്നിട്ട് വലിച്ചിഴച്ചുകൊണ്ട് പോയി. अभी कुछ कुछ धुंधला था. पंडित जी ने रस्सी पकड़कर लाश को घसीटना शुरू किया और गांव के बाहर घसीट ले गए. ഗ്രാമത്തിൻ്റെ വെളിയിൽ വരെ വലിച്ചെരച്ചുകൊണ്ട് ആ ദുഃഖിയുടെ ബോഡി വലിച്ചെരച്ചുകൊണ്ട് കൊണ്ടുപോയി. വഹാ സെ ആക്കർ തുറന്ത് സ്നാൻ കിയ, ദുർഗാ പാഠ് പട और घर में ഗംഗാജൽ छिड़का. ബോഡി കൊണ്ടവിടെ തുറസായ സ്ഥലത്ത് ഇങ്ങനെ ഇട്ടിട്ട് തിരിച്ചു വന്ന് കുളിച്ച് പൂജാപാട്ടൊക്കെ ചെയ്ത് എല്ലാ വീട് മുഴുവനും ഗംഗാജൽ വെതറി, അപവിത്രത പോകാൻ വേണ്ടി. उधर दुखी की लाश को खेत में गीदड़ और गिद्ध, कुत्ते और कौवे नोच रहे थे. यही जीवन पर्यंत की भक्ति, सेवा और निष्ठा का पुरस्कार था. അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഈ ബോഡി കൃഷി സ്ഥലത്ത് ഇങ്ങനെ തുറസായ സ്ഥലത്ത് കിടക്കുകയാണ്. അവിടെ ഈ ഗീദഡ്, ഗിദ്ദ്, കുത്തെ ഓർ കൗവേ, അവിടെ ഈ തുറസായ സ്ഥലത്ത് കിടക്കുമ്പോൾ നാച്ചുറലി ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസും ബേർഡ്സും എല്ലാം വന്നത് കൊത്തി മാന്തി മാംസം, ദുഃഖിയുടെ ശരീരം വലിച്ചു മാന്തി തിന്നാൻ തുടങ്ങി. അപ്പോൾ ആ ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ പ്രേംചന്ദിൻ്റെ, യഹി ജീവൻ പര്യന്ത് കി ഭക്തി, സേവ ഓർ നിഷ്ഠ കാ പുരസ്കാർ ഥാ. ഇതാണ് ആ ദുഃഖി ജീവിതകാലം മുഴുവനും വളരെ ഭയഭക്തിയോടെ ജീവിച്ച ഒരു വ്യക്തിക്ക് കിട്ടിയ ഒരു പുരസ്കാരം. അപ്പോൾ ഇതായിരുന്നു മാസ്റ്റർ സ്റ്റോറി ടെല്ലർ പ്രേംചന്ദിൻ്റെ വളരെ ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറി. ഇത് എഴുതിയിരിക്കുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് ഏജിലാണെന്ന് ഓർക്കണം. അപ്പം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ദളിത് റൈറ്റിങ്സ് ഒന്നും പബ്ലിഷ് ആവുന്നതിന് മുമ്പ്
1930s എഴുതിയ സ്റ്റോറിയാണ്. വളരെ ശക്തമായിട്ട് പാവപ്പെട്ടവരുടെ ദുഃഖം ഒപ്പിയെടുത്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്ന, പിന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ഈ കാസ്റ്റ് സിസ്റ്റം, അതിനെതിരെയുള്ള ശക്തമായ ഒരു രചനയാണ് ഈ ഒരു സ്റ്റോറി സദ്ഗതി. സദ്ഗതി എന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദു വേ ഓഫ് ലിവിങ്ങിൽ, ഹിന്ദു ഫിലോസഫിയിൽ നമുക്ക് ഒരു പുനർജന്മം ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത ജന്മമെങ്കിലും നല്ല ഗതി കിട്ടണമെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ വളരെ നല്ല കർമ്മങ്ങൾ ചെയ്യുകയും നമ്മുടെ മരണശേഷം ദാഹസംസ്കാരം, നമ്മുടെ മരണശേഷം ചടങ്ങുകളൊക്കെ വൃത്തിക്ക് നടക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ സദ്ഗതി കിട്ടും, അല്ലെങ്കിൽ ദുർഗതിയാണ്. അപ്പോൾ ഇത്രയും നല്ലപോലെ ജീവിച്ച ഒരു വ്യക്തിക്ക് അവസാനം ഇതാണോ വെച്ചിരിക്കുന്നത്? അപ്പോൾ ദുഃഖി ജീവിതകാലം മുഴുവനും ദുർഗതിയായിരുന്നു. അയാളുടെ മരണശേഷവും അയാളുടെ ഗതി അധോഗതിയാണ്. പിന്നീട് ഇതിലുള്ള ഒരു വ്യംഗ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്രാഹ്മണൻ്റെ കയ്യിലൂടെയാണ് അയാളുടെ ബോഡി വലിച്ചുകൊണ്ട് പോയത്. ഇനി അതുകൊണ്ട് ദുഃഖിക്ക് സദ്ഗതി കിട്ടുമെന്ന് അറിയില്ല. അതൊരു ചോദ്യചിഹ്നമായിട്ട് വായിക്കുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ കഥ ഇന്നും ഹിന്ദു സമൂഹത്തിലെ കാസ്റ്റ് സിസ്റ്റത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത ക്ലാസ്സുമായിട്ട് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.